ചില നബിദിനാഘോഷമൊക്കെ കാണുമ്പോൾ നബിദിനം ആഘോഷം പക്ഷെ അതിരിവിടുന്നത് അപകടമാണ്. വലിയ ബോക്സുകളൊക്കെ കെട്ടിവെച്ച് കാതടപ്പിക്കുന്ന സംഗീതവും അള്ളാന്റെ റസൂലെ വിരോധിച്ച ഡാൻസുകളുമായി ഈ സമുദായം ഇങ്ങനെ ചെറുപ്പക്കാരുടെ ഒരുമാതിരി ലെവല് കെട്ട ആഘോഷമായി നബിദിന റാലികൾ മാറി എന്നത് വളരെ വളരെ ബോധത്തോടു കൂടി ഞാൻ പറയാണ്. ഇതിന് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ഒരു റാലി എന്ന് പറയുന്ന മദ്രസ കുട്ടികൾ പോയി, നാട്ടിലെ മുതിർന്നവർ പങ്കെടുത്തു. അവർ പോയ വഴിയിൽ അഷ്റക്കൽ ബദർ പാടി, നബി സലാം അലൈക്കും പാടി, അവര് നല്ല ശബ്ദത്തിൽ ബുറുദ പാടി അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിച്ചു. പോണ വഴിയിൽ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു, ദുആ ചെയ്തു തിരിച്ചു വന്നു. ഇതാണ് നബിദിന റാലി. അല്ലാതെ ഈ കാണിക്കുന്ന ലോറികൾ വാടകയ്ക്കെടുത്ത് നിർബന്ധമായ പിരിവ് നടത്തി 1000 വാട്ട്സ് 2000 വാട്ട്സ് സംഗീതം അടിച്ചു മുടക്കി കോൽക്കളി എന്നുള്ള പേരിൽ പിട്ടമിട്ടാട്ടിയിട്ടുള്ള ഈ ആഭാസം അത് അല്ലാഹുവിന്റെ റസൂൽ റൗളയിൽ കിടന്ന് പൊറുക്കുകയില്ല എന്ന് ഈ സമൂഹത്തിന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നബിദിനാഘോഷം മഹല്ലടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കണം. മഹല്ലിന് ചില ബാധ്യതകളുണ്ട്. മഹല്ല് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്, ഇമാമിന് ബാധ്യതയുണ്ട്. ബോധവൽക്കരണം നടത്തി ഇമാമും മഹല്ല് കമ്മിറ്റിയും കൂടെ യോജിച്ച് മഹല്ലിന്റെ കീഴിൽ സുസ്ഥിരമായി ഇന്ന് ചെറുപ്പക്കാർക്ക് കൂത്താടാനുള്ള ശ്രീകൃഷ്ണ ജയന്തി നടത്തിയാൽ, ക്രിസ്മസ് നടത്തിയാൽ, പിന്നെ ഞങ്ങൾക്ക് അതുപോലെ കെട്ടിയെഴുന്നള്ളിക്കാനുള്ള ഒരു ആഘോഷത്തിന്റെ അവസരമാണിത് എന്ന് നമ്മുടെ ചെറുപ്പക്കാർ അറിവിന്റെ പരിമിതി കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവമായ വൈകൃതം കൊണ്ടോ തിരിച്ചു പോകുന്നത് ഇത് വളരെ അപകടമാണ്. അള്ളാഹുവിന്റെ റസൂൽ പൊറുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നബിദിന റാലി എന്ന് പറഞ്ഞാൽ നാട്ടിലെ പൗരന്മാർ, പൗരപ്രമുഖർ, മദ്രസ വിദ്യാർത്ഥികൾ സലാത്ത് ചൊല്ലി ബുറുദ പാടി അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ക് പ്രവർത്തിച്ച് നടന്ന് ഭക്ഷണം വെച്ച് പിരിഞ്ഞ് ദുആ ചെയ്തു പോകേണ്ട മാതൃകാല റാലികൾക്ക് പകരം ഈ കാണുന്ന ചടുലമായ സംഗീതത്തെ റോഡ് ബ്ലോക്കാക്കി സ്കൗട്ടിന്റെ ചിലർക്ക് പട്ടാളക്കാരുടെ വേഷങ്ങൾ, പാതിരാത്രിയിലുള്ള പകല് പോലും ഒരു തീപ്പെട്ടിക്കൊള്ളുകൊണ്ട് അഭ്യാസം പഠിപ്പിക്കാത്തൊരു സമുദായം എന്തിനാണ് പട്ടാള വേഷം ധരിച്ചിട്ട് നബിദിന റാലിയിൽ അണിനിരക്കുന്നത്? അതിന്റെ ആവശ്യകത എന്നാണുള്ളത്? ഈ കാതടപ്പിക്കുന്ന സംഗീതങ്ങൾ, ആളുകളുടെ ഉറക്കം കെടുത്തുന്ന പരിപാടികൾ, ഇതിൽ നിന്ന് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരും അധികാരികളും മാറി നിൽക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ നബിദിനം ഒരു സന്ദേശമാവണം.